ഹായ് മക്കളെ, മോഷൻ ഇൻ എ പ്ലെയിനിലെ എക്സാമ്പിൾ 3.9 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോസ് ചെയ്തിട്ട്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് ഓഫ്ലൈനിൽ ക്ലാസ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാവും. ഈ ഓൺലൈനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1-on-1 ലൈവാണ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 1-on-1 ലൈവ് സെഷൻ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഹവേഴ്സ് എടുക്കണ്ടാവും. അതായത് നമുക്ക് ഏകദേശം 3-4 കുട്ടികളുണ്ടെങ്കിൽ തന്നെ 4 ഹവേഴ്സ് ഒരു സെപ്പറേറ്റ് ടൈം ആയിക്കലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാലോ, നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ 3.9 നമ്മൾ ഇനി ക്വസ്റ്റിനോട്ട് കിടക്കാം. ആൻ ഇൻസെക്ട് ട്രാപ്ഡ് ഇൻ എ സർക്കുലർ ഗ്രൂവ് ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഒരു ഇൻസെക്ട് ഒരു സർക്കുലർ ഗ്രൂവിൽ എന്തെങ്കിലും ട്രാപ്പായി, അതായത് കുടുങ്ങിപ്പോയി. 12 സെൻറ്റിമീറ്റർ മൂവ്സ് അലോങ് ദ ഗ്രൂവ് സ്റ്റഡിലി. സ്റ്റഡിലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ആയിട്ട് പോകാമെന്ന് പറയത്തില്ല. അതായത് എന്താണ്, യൂണിഫോം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് അതാ. അപ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി ചേഞ്ച് ആവാതെ വെലോസിറ്റി സെയിം വെലോസിറ്റിയിൽ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. ആൻഡ് കംപ്ലീറ്റ് 7 റെവല്യൂഷൻ ഇൻ 100 സെക്കൻഡ്. മക്കളെ ഞാൻ വരച്ച് കാണിച്ചാൽ. സോ ഇതൊരു ഗ്രൂവ് ആണെന്ന് വിചാരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇൻസെക്റ്റ് ട്രാപ്പായി കിടക്കുന്നുണ്ട്. ഇത് സൂര്യനല്ല കേട്ടോ, ഇതൊരു ഇൻസെക്റ്റാണ്. എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, കണ്ട വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. അതൊക്കെ ജസ്റ്റ് പെട്ടെന്ന് എഴുതാനല്ലേ, കുഴപ്പമില്ല. സോ ഇയാളെ ഈ ഇൻസെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 12 സെൻറ്റിമീറ്റർ റേഡിയസും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതി വെക്കാം. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, മീറ്ററിലല്ലേ, സെൻറ്റിമീറ്ററാണ്. ഓക്കെ, സോ ഇയാൾ എന്താ ചെയ്യുന്നത്, കംപ്ലീറ്റ് 7 റെവല്യൂഷൻ ഇൻ 100 സെക്കൻഡ്. അതായത് 100 സെക്കൻഡോ ആകുമ്പോഴത്തേക്കും ഇയാൾ എത്ര 7 റെവല്യൂഷൻ ചെയ്തു. ഓക്കെ, 100 സെക്കൻഡിൽ 7 റെവല്യൂഷൻ. അതായത് അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ല വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞുതരാം. 100 സെക്കൻഡിൽ 7 റെവല്യൂഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ആയിരിക്കും മക്കളെ? 7 ഡിവൈഡഡ് ബൈ 100 റെവല്യൂഷൻസ് അല്ലേ, ആണല്ലോ. സോ മക്കളെ നോക്കിയാൽ ഇതല്ലേ എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി അറിയില്ല എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ്, പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്രത്തോളം സൈക്കിൾ അല്ലെങ്കിൽ എത്രത്തോളം റെവല്യൂഷൻ ചെയ്തു എന്നുള്ളതാണ് എന്ത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇതല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ അപ്പോൾ എത്ര റെവല്യൂഷൻ ചെയ്തു? 7/100 റെവല്യൂഷൻസ് ചെയ്തു. മനസ്സിലായല്ലോ, അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. സോ ഇത്രയും മനസ്സിലായല്ലോ, ഈസി അല്ലേ, ഇതുവരെ ഈസി അല്ലേ. ഓക്കെ, ഈ വാട്ട് ഈസ് ദ ആംഗുലർ സ്പീഡ്? എന്താണ് ആംഗുലർ സ്പീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദ ലീനിയർ സ്പീഡ് ഓഫ് ദ മോഷൻ. ഓക്കെ, സോ നമുക്ക് A1 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആംഗുലർ സ്പീഡാണ്. ആംഗുലർ സ്പീഡിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഒമേഗയാണ്. ഇതൊക്കെ അറിയാലോ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഈ ഇക്വേഷൻ അറിയില്ലേ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ 2/t എന്നുള്ളത്. അതും സെയിം ആണ്, കാരണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t ആണ്. ഓക്കെ, പക്ഷേ ഈ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കരുത്, 100 എന്നാണ് അങ്ങനെ ഡയറക്റ്റ് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, പക്ഷേ നമുക്ക് ഫ്രീക്വൻസി ഇവിടെ ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് 1/t എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഈ ഒരു ഇക്വേഷൻ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലാണ് ഇത് പറഞ്ഞു. ഓക്കെ, കറക്റ്റാണ്. 2πf 2 ഇൻറ്റു ഓക്കെ, സോ ഇറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് നമുക്ക് ഇത് കൊടുക്കുക, എത്ര കൊടുക്കുക? 3.14 ആവുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ 22/7 കൊടുക്കുന്നത്. ഓക്കെ, കറക്റ്റാണ്. നോക്കാം, ഇൻറ്റു 7/100. ഈ 100 എന്ന് പറയുന്നത് 7/100 ആണ് ഫ്രീക്വൻസി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി. സോ ഈ 7ഉം കട്ട് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും വരിക? 44. അതായത് 2 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 44 ഡിവൈഡഡ് ബൈ 100. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 0.44. ആംഗുലർ സ്പീഡിൻ്റെ അല്ലെങ്കിൽ ആംഗുലർ സ്പീഡിൻ്റെ യൂണിറ്റ് എത്രടാ? റേഡിയൻ പെർ സെക്കൻഡ് അല്ലേ, ആണല്ലോ. ഇതറിയില്ലേ? ഓക്കെ, പഠിച്ചു നോക്കുക. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ അറിയുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്കിതിൽ വേണ്ടത് സെക്കൻഡ് ആണല്ലേ. എയിൽ സെക്കൻഡ് ഏതാ നോക്കാം. എയിൽ സെക്കൻഡ് എന്താണുള്ളത്? ലീനിയർ സ്പീഡ് ഓഫ് ദ മോഷൻ. ഓക്കെ, ലീനിയർ സ്പീഡ് അതായത് വി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒമേഗ ഇൻറ്റു ആർ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ഒമേഗ എത്രയാണ് വരുന്നത്? 0.44 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, മറക്കരുത്, സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. എവിടെയാണ് ചെയ്യുക? ഇവിടെ ചെയ്താൽ മതി. 0.4 അല്ല വേണ്ട, ഞാൻ പോയിൻ്റ് കളഞ്ഞിട്ട് ചെയ്യാം. 44 ഇൻറ്റു 12, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 4 8, 1 ഇൻറ്റു 4 4, പിന്നെ എത്ര? 1 ഇൻറ്റു 4 4 അല്ലേ. ഫിസിക്കലിൽ എത്ര വരിക? 8 ലാസ്റ്റ് വരും. പിന്നെ 8 + 4 എന്ന് പറയുമ്പോൾ 8 + 4 എത്ര മക്കളെ? 12. 1 ഇവിടെ ക്യാരി ഉണ്ടാവും. ഓക്കെ, 528 കിട്ടും. സോ ആൻസർ വരുന്നത് 528. ഇത് കറക്റ്റാണോ? അല്ലല്ലോ. അല്ലയെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ
വാല്യൂ കറക്റ്റാണ് 5 to 8 ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, പോയിന്റ് ഇട്ടിട്ടില്ല. സോ പോയിന്റ് എങ്ങനെയാണ്, ഇവിടെ ഞാൻ പോയിന്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എത്ര ഡെസിമലിനാണ് നമുക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നത്, 1 2 ഓക്കെ, 2 ഡെസിമലിന് ശേഷം. സോ ഇവിടെ ഉണ്ട്, കാരണം ഇവിടെ അല്ലല്ലോ, ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ നിന്നും കൂടെ നോക്കണമായിരുന്നു. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതായിട്ടുള്ളത്, ഇവിടെ മാത്രമേ ഉള്ളൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ 2 ഡെസിമലുള്ളത്. സോ 1 2 ഓക്കെ, 1 2ന് ശേഷം ഇവിടെയാണ് എന്ത് ഇങ്ങനെ പൊട്ടുത്തണ മാറ്റില്ല, ഇവിടെയാണ് പോയിന്റ് ഇടേണ്ടത്. ഓക്കെ, 5.28 ഇതിനെയാണ് എഴുതുന്നത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ്. അതായത് എനിക്കറിയാം ഇപ്പോൾ ലീനിയർ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ ഇവിടെ 12 സെൻറ്റിമീറ്ററാണ്, അതുകൊണ്ടാണ് ഇവിടെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 5.28 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ 0.0528 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഒക്കെ കറക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തില്ല, അതില്ല. അതായത് ഇതിപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്തതിൻ്റെ ഡൗട്ട് ഞാൻ വരുമോ? അതായത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലേ, അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ /100 ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? സോ അതാണ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഈസി അല്ലേ, ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതായത് ഞാൻ ഇത് കണ്ടുപിടിച്ചു, വാട്ട് ഈസ് ദ ആംഗുലർ സ്പീഡ് കണ്ടുപിടിച്ചു, പിന്നെ ലീനിയർ സ്പീഡും കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് ബി ഈസ് ദ ആക്സലറേഷൻ വെക്ടർ എ കോൺസ്റ്റൻറ്റ് വെക്ടർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ വെലോസിറ്റി മാറത്തില്ല, പക്ഷേ വെലോസിറ്റിൻ്റെയും ഡയറക്ഷൻ നോക്കണം. ഇതിങ്ങനെ ടാൻജൻറ്റിലായിട്ട് ആണ് എന്ത് വെലോസിറ്റിൻ്റെ ഡയറക്ഷന് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ടാൻജൻറ്റിലായിട്ടാണ് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുക എങ്ങനെയാണോ, ഇതായിരിക്കും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് സെൻറ്ററിലോട്ടായിരിക്കും എന്ത് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അതായത് നോക്കണം, എല്ലായിടത്തൊന്നും ചേഞ്ച് ഇല്ലേ. നോക്കി, ഇപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. മക്കളെ നോക്കണം, ഇപ്പോൾ ഇവിടെ നിന്ന് ഉള്ള ആക്സലറേഷൻ ഡയറക്ഷൻ അല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റാണ്. അതായത് എന്താണ്, ഡയറക്ഷൻ എന്ത് ചേഞ്ച് ആവുന്നുണ്ട് ഉണ്ടല്ലോ. സോ ആക്സലറേഷൻ വെക്ടർ കോൺസ്റ്റൻറ്റ് വെക്ടർ ആണെന്ന് ചോദിച്ചാൽ അല്ല. ബി നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടത് ഓൾറെഡി, അതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാം, ഡ്യൂ ടു ചേഞ്ചിങ് ദ ഡയറക്ഷൻ, the acceleration vector is not a constant vector. Okay, അതായത് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ദ ആക്സലറേഷൻ വെക്ടർ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് വെക്ടർ. അതായത് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ട് ആക്സലറേഷൻ വെക്ടർ എന്തല്ല കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇസ് ദ ആക്സലറേഷൻ വെക്ടർ കോൺസ്റ്റന്റ് വെക്ടർ? നോ. വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതൊക്കെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്നതിന് എന്താ നമ്മൾ പറയുക, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. അതല്ലെങ്കിൽ ആക്സലറേഷൻ്റെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്, ω²R. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ v²/r. അതും കറക്റ്റാണ്. v² നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്, 5.28. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നത് ω² R എടുക്കണം. അപ്പോൾ ω²R എന്ന് എടുക്കുന്നത് ω എന്ന് പറയുന്നത് എത്രയാണ്, 0.44 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താലോ, 0.44 × 44. പിന്നെന്താ വേണ്ടതാ, ഇതൊന്ന് നോക്കിയേ, പ്ലസ് അല്ല ഇൻറ്റു ആണല്ലോ, ഇൻറ്റു R എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ. സോ മക്കളെ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, 44 × 44. ഇതിൻ്റെ ആൻസർ എനിക്കറിയാം, കാരണം 44 സ്ക്വയർ എന്ന് പറയുന്നത് 1936 ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ മതി. 4 × 4 = 6 ഇവിടെ വരും. പിന്നെ 4 × 4 എന്ത് വരും, വേണ്ട ഞാൻ ചെയ്തുതരാം. പിന്നെ സാധാരണ നമ്മളെല്ലാ കാൽക്കുലേഷനും ചെയ്തിട്ടാണല്ലോ പോലെ. സോ 4 × 4 എന്ന് പറയുമ്പോൾ 16 വരും. 1 ഇവിടെ ക്യാരി. 4 × 4 16 17. ഓക്കെ, 4 × 4 16, 1 ക്യാരി. 4 × 4 16 17. ഓക്കെ, സോ 6 7 6 3, പിന്നെ അതുപോലെ തന്നെ 1 ക്യാരി വന്നു. സോ 1 7 8 8 9. ഓക്കെ, 9, പിന്നുള്ളത് 1. സോ 1936 മക്കളെ നോക്കണേടാ. ഇതിങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആണോ? അല്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഡെസിമൽ പോയിൻറ്റിന് ഇത് പോയിൻ്റ് ഇട്ടിട്ടില്ല. സോ 1 2 3 4. ഓക്കെ, ഇങ്ങനെ നോക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് ശേഷം ഉള്ളത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ എന്തുണ്ട് 2 ഉണ്ട്. സോ 1 2 3 4. ഓക്കെ, ഇടേണ്ടത് ഇവിടെയാണ് പോയിൻ്റ് ഇട്ടുണ്ട്. 0.1936 × 12. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 12 ചേഞ്ച് ചെയ്യാം. ഇത് ഇപ്പോൾ ഞാൻ ഡെസിമൽ എടുക്കുന്നില്ല, 12. ഓക്കെ, 2 × 6 എത്ര, 12 ആണല്ലോ. പിന്നെ 2 × 3 എന്ന് പറയുമ്പോൾ 6 6 7 വന്നല്ലോ ആണല്ലോ. പിന്നെ 2 × 9 എന്ന് പറയുമ്പോൾ 18, 1 ഇവിടെ ക്യാരി വന്നു. 2 × 1 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. പിന്നെ 3. 1 × 6 6, 1 × 3 3, 1 × 9 9, 1 × 1 1. ഓക്കെ, സോ ആൻസർ എത്ര വരിക, 276 എന്ന് പറയുമ്പോൾ 13.
1 ഇവിടെ കയറി വന്നു. 9ഉം 3ഉം എത്ര? 9ഉം 3ഉം 12 ആണല്ലോ. പിന്നെ 1ഉം 9ഉം 10ഉം 30. 1 ഇവിടെ വന്നു 2. സോ ആൻസർ വരിക 2 3 2 3 2. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഇതിനും ഡെസിമൽ ഇട്ടിട്ടില്ല. സോ നോക്കണം പോയിൻ്റ് അവിടെ ഇടണം നോക്കാം. 1 2 3 4. ഓക്കെ, ഇവിടെ ഇല്ലല്ലോ. സോ 1 2 3 4 1 2 3 4. ഓക്കെ, ഇവിടെയാണ് പോയിൻ്റ് ഇടേണ്ടത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇതാ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് ആക്സലറേഷൻ ഒരു യൂണിറ്റ് എന്തായാലും ഉണ്ടല്ലോ. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മൾ ഇവിടെ സെൻറ്റിമീറ്റർ ആണ് ഇട്ടത്. സോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആൻസർ ഇതാണ്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. 2 പോയിൻറ്റ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും എഴുതണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി അതല്ല 2.3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് മീറ്ററിലോട്ട് ആക്കണമെങ്കിൽ 2.3 × 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതും കറക്റ്റാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, സോ രണ്ടും കറക്റ്റാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതായത് കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ പറയാം. ഓക്കെ.